And in fact, if you want to make your English more attractive, it should be added, or there should be a lot of colors. There should be a lot of colors. Yeah, colors means, in order to make food more attractive, they add a lot of colors. For example, I mean, chili powder is a color. Yes or no? Coriander is a color. Yes or no? And chili is another color. Tomato is a color. Yes or no? So when we add colors to it, it becomes colorful. Let's learn some colors right now. Ready? We call it. Right? Come on. So we are learning everything to TPR, total physical response. Just copy, just imitate my sound and action. Come on. Deeply sad. വെറും സാഡ് എന്ന് പറഞ്ഞാൽ പോരാ. എന്ത്? Deeply sad. I'm deeply sad. അപ്പോൾ ലാംഗ്വേജ് ബിക്കംസ് മോർ കളർഫുൾ. എന്താ അപ്പോൾ ഡീപ്ലി വന്നതോടെ ഒരു ലാംഗ്വേജ് ഒന്ന് കളർ വന്നു. അത് കുറച്ച് കളർ വന്നു അല്ലേ? കളർ വന്നത് ഡീപ്ലി സാഡ്. കമോ ഡീപ്ലി സാഡ്, ഡീപ്ലി ഡിസപ്പോയിന്റഡ്. Yeah, I'm deeply disappointed. Clear? Got it? Come on. Deeply sad, deeply disappointed, dog tired. അപ്പോൾ വെറും ടയർഡിന് പകരം ഒരു കളർ ചേർത്തുന്നത് ഡോഗ് ടയർഡ്. പട്ടിയെ പോലെ ക്ഷീണിച്ച ഡോഗ് ടയർഡ്. പിന്നെ I'm dog tired. സോ ഇറ്റ് ബിക്കം ഒരു കളർ ചേർന്നു. അവിടെ പട്ടിയാണ് കളറായിട്ട് വരുന്നത്, പക്ഷേ ബട്ട് ഇറ്റ് ബിക്കംസ് ഗുഡ്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്, പക്ഷെ അതിൻ്റെ കൂടെ ഒരു കളർ ചേർക്കുമ്പോൾ എന്തായി? ഇറ്റ് ബിക്കംസ് മോർ അട്രാക്റ്റീവ്. സോറി, ഹാപ്പിലി മാരീഡ്. അത് ചിരിക്കണ്ട സീനു, അത് ഇങ്ങനെയാണ് പറയാറ്. ഓക്കെ, കാര്യം എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഹാപ്പിലി മാരീഡ് എന്ന് പറയാറ്. ഇപ്പോൾ സിംപ്ലി യു കെൻ സേ ഐ എം മാരീഡ് വിത്ത് വൈഫിന്. ഫോർ എക്സാമ്പിൾ, ഐ എം മാരീഡ് ടു റോസ് എന്ന് പറയുന്നതിന് പകരം ഐ എം ഹാപ്പിലി മാരീഡ് ടു റോസ് എന്ന് പറയുന്നതാണ് ഇംഗ്ലീഷിൽ വൊക്കാബുലറി എന്താ ചെയ്യുക, ആ കളർ വരുള്ളൂ. സ്റ്റാൻഡ് സംഭവം സാഡ്ലി മാരീഡ് എന്ന് പറയണ്ടേ. ഓക്കെ ഓക്കെ. So, okay, as I don't know why they say this way, but happily married.